മിണ്ടല്ലേ മിണ്ടല്ലേ, ഞാനെന്തോ ഭാഗ്യത്തിന് എണീറ്റതാ. ഈ വെളിച്ചം കണ്ണിലടിച്ചിട്ട് എൻ്റെ കൂടെയുള്ളവരൊക്കെ ചത്ത് കിടന്നുറങ്ങുക. പുറത്തിറങ്ങിയിട്ട് ഒച്ചയിൽ സംസാരിക്കാം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഡേ 2 ഓഫ് സ്ലോട്ടർ ട്രിപ്പ്. ഇന്നലെ എന്ത് സംഭവിച്ചു എന്ന് എനിക്കും വലിയ പിടിയൊന്നുമില്ല. അടിപൊളിയായിരുന്നു. ആദ്യമായിട്ട് എൻ്റെ ക്ലാസ്സിൽ എല്ലാവരും ഞാൻ സംസാരിക്കണേന്ന് പറയാലോ. അതാണ് ഇന്നലെ സംഭവിച്ചത്. ഒരു 95% ആൾക്കാരൊക്കെ വന്നു. അടിപൊളിയായിരുന്നു, ലക്ഷറി ആയിരുന്നു. 2 മണിക്കാണ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് കയറി കിടക്കുന്നത്. 2-3 എനിക്ക് ഓർമ്മയില്ല എത്ര മണിയാന്ന്. കയറി കിടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളത്. ഇപ്പോഴാണ് പൊന്തണേ. പിന്നെന്താ, ഞാൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഒട്ടുക്കത്തെ വെളിച്ചവും പിന്നെ ഈ മരങ്ങളുടെ ഒച്ച, ചീവീടിൻ്റെ ഒച്ച, നമ്മുടെ നാട്ടിലെ ഒച്ച. അതൊരു പ്രത്യേക സുഖമാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇനിയൊന്ന് ഫ്രഷ് ആവണം. ഇന്നത്തെ ദിവസം തുടങ്ങണം. ആദ്യം ഈ പൂത്തോട്ടന്മാരെ എണീപ്പിക്കണം. ആരും എണീറ്റിട്ടില്ല. എൻ്റെ അത്ര ഉത്തരവാദിത്വം ആർക്കുമില്ല. വെരി ബാഡ് അല്ലേ? ഞാനെന്തോ എനിക്ക് കട്ടിൽ മാറി കിടന്നാൽ ഉറക്കം ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ ഷൂ എന്ന് പറഞ്ഞ് എണീറ്റ്. അതുകൊണ്ടൊന്നല്ല, കണ്ണിൽ വെളിച്ചടിച്ചിട്ട് പട്ടയെന്ന് പറഞ്ഞ് എണീറ്റതാണ്. അപ്പം ശരി, ഇന്നെന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ കിടന്ന് ഒച്ച മകളെടുത്ത് ഇവന്മാർ എന്നെ പിടിച്ച് ഇവിടെ നിന്ന് തള്ളിയിട്ടാലോ. അതുകൊണ്ട് ശരി. കുളിച്ചു, കുട്ടപ്പനായി. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ചുറ്റുവട്ടമൊക്കെ ഒന്ന് നടന്ന് കാണണമല്ലോ. അങ്ങനെയാണല്ലോ. അപ്പോൾ ഒന്ന് ഇറങ്ങി ഒന്ന് നടക്കാമെന്ന് വെച്ചു. ഇന്നലെ അധികം തെണ്ടാൻ പറ്റിയില്ല, കാരണം എല്ലാ പരിപാടിയും കഴിഞ്ഞ് പിന്നെ സമയമായതുകൊണ്ട് അത് പോട്ടെ. നമ്മളിപ്പോൾ വിചാരിച്ചു ചുറ്റിക്കറങ്ങാമെന്ന്. ഫുൾ കാട്ട്. ആൻഡ് ബൈ ദ വേ, നമ്മൾ ഇന്നലെ ഇവിടെയാണ് താമസിച്ചത്. ഇനിയും ഇവിടെയായിരിക്കും, ഇന്നും ഇവിടെയായിരിക്കും, നാളെയും ഇവിടെയായിരിക്കും. ഈ കാണുന്നൊരു ഫുൾ റിസോർട്ട് അറ്റം വരെയാണ്. ഇത് മാത്രമേ ഇവിടെയുള്ളൂ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ താമസിച്ചത്. അപ്പോൾ നമുക്ക് ഈ സ്ഥലം നടക്കാൻ ഇറങ്ങാം. ഞാൻ വെറുതെ ഗൂഗിൾ മാപ്സ് എടുത്ത് നോക്കിയപ്പോൾ ഇവിടെ ഒരു അതിമനോഹരമായ ലേക്ക് ഉണ്ടായിരുന്നു. ആ ലേക്ക് ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രതി. കാണുന്നുണ്ട് നോം കാണുന്നുണ്ട്. ഇവിടെ വെച്ച് കാണിച്ച ഭംഗി കിട്ടില്ല. അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ. ആൻഡ് ഇവിടെയാണ് നമ്മൾ ഇന്നലെ കൂടിയത്. അപ്പോൾ ഈ ഹട്ടിനകത്താണ് നമ്മൾ ഇന്നലെ കൂടിയത്. ഒരു 10-20 ആൾക്കാരുണ്ടായിരുന്നു. 20+ ആൾക്കാരുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയില്ല എത്ര പേരുണ്ടെന്ന്. വീഡിയോയിൽ എണ്ണി നോക്കിയാൽ കിട്ടും. പക്ഷേ ഇറ്റ് വാസ് റിയലി ഗുഡ്. ആകെ ഞാൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഒരു മനുഷ്യജീവി പോലും ഇട്ടിട്ടില്ല. എനിക്ക് ഈ കണ്ണിൽ വെളിച്ചടിച്ച സ്ഥലം മാറി കിടന്ന എനിക്കാണ് പറ്റില്ല. അപ്പോൾ നോം എണീറ്റു, നോം റെഡിയായി, നോം പോവാൻ ഗെറ്റ് സെറ്റ് അല്ലല്ലോ. എന്തേലും ആവട്ടെ. അങ്ങോട്ട് നടന്നാത്ത മേടുക്കും. ഞാൻ അങ്ങോട്ട് എത്തിയിട്ട് കാണിച്ചു തരാം. നടന്ന് അവസാനം നമ്മൾ പാലത്തിലേക്ക് എത്തി. പാലല്ല, ഈ നദിക്കരയിലേക്ക് എത്തി. അതിമനോഹരവും അത്യുജ്വലവുമായ ഒരു അടിപൊളി സ്ഥലം. ഞാനിവിടെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. ഞാനീ നടക്കുന്ന പാലത്തിൻ്റെ കൂടെ നടക്കാൻ പറ്റും എന്ന് പോലും എനിക്കറിയാൻ പാടില്ല. ഇവിടുന്ന് പൊട്ടി വീണ് കഴിഞ്ഞാൽ എനിക്ക് നാട്ടിലേക്ക് പെട്ടിയിലേക്ക് പോകാം. അതേപോലത്തെ ഒരു കിടിലും പാലം. മൊത്തം ഫർണിഷ്ഡാണ്. സോ ഐ ഗസ് ഐ ക്യാൻ വാക്ക്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. സ്ഥലം ഞാൻ കാണിച്ചു തരാം മൊത്തത്തിൽ എങ്ങനെയാണെന്ന്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു വാത്ത ഫാമിലി അവിടെ പോകുന്നു. നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത വാത്തകളാണെന്ന് തോന്നുന്നു. ഇവിടെയും കുറേ വാത്തകൾ പോകുന്നു. സുഹൃത്തുക്കളെ, ഇത്രയും അതിമനോഹരമായ സ്ഥലം നിങ്ങൾ കാണുന്നുണ്ടോ? ഉണ്ടോ? ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഒരു ശുഭദിനം. ദിസ് ജസ്റ്റ് മേഡ് മൈ ഡേ. സത്യം പറയാലോ, ഇത്രയും നല്ലൊരു വ്യൂ ഇവിടെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. കൊള്ളാം. അപ്പോൾ ശരി, നമുക്ക് ഇന്നത്തെ ദിവസം എങ്ങനെയാവുമെന്ന് കണ്ടറിഞ്ഞില്ലെങ്കിൽ കൊണ്ടറിയാം. അപ്പം ശരി സുഹൃത്തുക്കളെ, ഒരു ചെറിയ കാര്യം എനിക്ക് പറയാനുള്ളൂ. നമ്മൾ ഏത് പരിസ്ഥിതിയിൽ ജീവിച്ചാലും നമ്മൾ നമ്മളായിട്ടിരുന്നാൽ മതി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പലരും വന്ന് പലതും എക്സ്പോസ് ചെയ്യുന്നുണ്ട്, അവരുടെ പ്രൈവറ്റ് ലൈഫാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതായിരിക്കില്ല, ചിലപ്പോൾ അതാകാം. പക്ഷേ നമ്മൾ എന്ത് സോഷ്യൽ മീഡിയയിലേക്ക് ഇടുന്നോ അത് വെച്ച് പലരും നമ്മളെ അങ്ങ് ഇവാലുവേറ്റ് ചെയ്യും. അത് ചിലപ്പോൾ അവർക്ക് സന്തോഷം കിട്ടുമായിരിക്കും. പക്ഷേ എന്ത് കാണിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ കാര്യം. നിങ്ങൾ തീരുമാനിക്കുക എന്ത് ബാക്കിയുള്ളവർ കാണണം എന്നുള്ള കേസ്. ലൈഫ് അങ്ങനെയാണ്. നമ്മൾ കാണിക്കുന്നത് എന്തായാലും ശരി, കുറ്റം പറയാൻ ആൾക്കാരുണ്ടാവും. കുറ്റം പറഞ്ഞോട്ടെ, നിങ്ങളെ അത് എഫക്റ്റ് ചെയ്യരുത്. ഞാനിപ്പോൾ എന്ത് വീഡിയോ എടുത്തിട്ടാലും എന്നെ എഫക്റ്റ് ചെയ്യാറില്ല. നിങ്ങളതേപോലെ ആവാം. ചുറ്റുള്ളവർ എന്തും പറയട്ടെ, നിങ്ങൾ എഫക്റ്റ് ചെയ്യാതിരിക്കട്ടെ. അത്രയൊക്കെ ഉള്ളൂ. നോം ഇവിടെ വന്ന് നല്ല ഫ്രെയിം കണ്ടപ്പോൾ കുറച്ചൊന്ന് മോട്ടിവേഷൻ ഇറക്കാമെന്ന് വെച്ചു. പൊളി സ്ഥലം, ഒന്നും പറയാനില്ല ഈ സ്ഥലത്തിനെ കുറിച്ച്. ചുമ്മാ അടിപൊളി. നമ്മൾ ഇന്നത്തെ യാത്ര തുടങ്ങുകയാണ്. നമ്മൾ ഇത്ര പേരുണ്ട്, ബാക്കി എല്ലാവരും ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ തുടങ്ങട്ടെ ഇന്നത്തെ യുദ്ധം.
രണ്ടാമത്തെ സ്ഥലത്ത് നമ്മൾ എത്തി. ഞാൻ 4 സ്ഥലത്ത് പോകണ്ടെന്ന് വിചാരിച്ചില്ല, 3 സ്ഥലത്തേ പോകുന്നുള്ളൂ. ഇന്ന് പശുവിൻ്റെ പരിപാടികളാണ് മൊത്തത്തിൽ. പശു, മൂരി മുതലായവരെ തട്ടുന്ന സ്ഥലം കാണുമ്പോൾ തന്നെ അത് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളെത്തി. സ്ഥലം കാണിക്കാൻ പറ്റില്ല, ഇതാണ് സ്ഥലം. ഓക്കെ ബൈ. അപ്പോൾ ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂം. നമ്മളിവിടെ ജോലി ചെയ്യാൻ വരുന്നവരല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇവിടെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നല്ല പ്രോപ്പർ ഇച്ചിരി കൂടി നല്ല ക്വാളിറ്റി സാധനങ്ങളാണ്. നമ്മളിവിടെ വന്ന് ഇവിടുത്തെ പരിപാടികളൊക്കെ തന്നെ എങ്ങനെയാണോ അത് കാണാൻ പോകും. നമ്മെ തേനീച്ച, കാരണം തേനീച്ചയുടെ ഒരു വൃത്തികെട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ട്. തേനീച്ചയുടെ ഒരു കിടിലം കുത്തു കിട്ടിയ പണിയാണ് തേനീച്ചനോട് ഇരിക്കേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂം. ഉള്ളിലെ കാണിക്കാൻ പറ്റൂല, സെയിം അവസ്ഥ തന്നെ. അപ്പം ശരി, ഇനി പിന്നെ കാണാം. ബൈ. രണ്ടാമത്തെ യുദ്ധക്കളം കഴിഞ്ഞ് നോം തിരിച്ചെത്തിയിട്ടുണ്ട്. അവിടെ വെച്ച് വീഡിയോ എടുക്കാനുള്ള സമയമോ സാഹചര്യം ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ സ്ലോട്ടർ ഹൗസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ പോയ പോലെ ആയിരുന്നില്ല. ഇത് ഇച്ചിരി ഉള്ളിൽ തട്ടും. കാരണം പശു എന്ന് പറയുന്ന സാധനം ഇച്ചിരി വലിപ്പം ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കൊല്ലലും പരിപാടിയൊക്കെ പന്നീനെ അപേക്ഷിച്ച് ഇച്ചിരി കൂടി ടൈം കൺസ്യൂമിങ് ആണ്. പിന്നെ ഇതിങ്ങനെ കാണണ്ട, ചില പശുക്കൾ അല്ലെങ്കിൽ ചില കാളകൾ ഈ വെടി വെക്കുന്ന സമയത്ത് ലൈക്ക് സ്റ്റണ്ണിങ്, ഇറ്റ്സ് കോൾഡ് സ്റ്റണ്ണിങ്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് കരയും. അയ്യോ, അത് കേട്ട് കഴിഞ്ഞാൽ നെഞ്ചങ്ങോട്ട് ഇതായിപ്പോൾ. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഇവിടെ ഇറച്ചി കഴിക്കാണ്ട് പിടിച്ചേക്കാനും പറ്റില്ല എന്നുള്ളത് കൊണ്ട് 2 ഭാഗത്തു നിന്നേ പറ്റൂ. എന്തായാലും ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് ഇനി പശു ഇറച്ചി ഞാൻ കഴിക്കുന്നില്ല, ഐ മീൻ കാളർച്ചി കഴിക്കുന്നില്ല. കാരണം മനസ്സ് ഞാൻ അങ്ങോട്ട് കട്ടിച്ച് കളഞ്ഞു. കാറ്റില്ലാത്തടത്ത് എവിടെയെങ്കിലും പോയി നിൽക്കട്ടെ. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ ഫാമിലെ കാര്യം. കുഴപ്പമൊന്നുമില്ലായിരുന്നു. മറ്റേ പന്നി ഫാമിൽ എന്തായിരുന്നോ പ്രോസസ്സ്, അതേ പ്രോസസ്സ്, പക്ഷേ ഇച്ചിരി കൂടി ലാർജ് സ്കെയിലിൽ. ഇത് ലാർജ് സ്കെയിലും വെച്ച് വലിപ്പം വെച്ച് പറഞ്ഞതാണ്. പക്ഷേ ഇവിടെ അത്രയും പന്നികൾ തട്ടില്ല, മറ്റേ പന്നി ഫാമിൻ്റെ അത്രയും. ഇവിടെ ഒരു ദിവസം 50-100 അത്രയും തട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയായിരുന്നു അവിടുത്തെ പരിപാടികൾ. സെയിം സംഭവങ്ങളൊക്കെ തന്നെ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മൾ പോവുക, അതായത് കുറേ അസുഖങ്ങൾ ഇവിടെ പറയുന്നുണ്ട്, ഇന്നതൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന്. അതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാമ്പിളുകൾ കളക്ട് ചെയ്യുക. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞൊരു വലിയ ഇൻറ്റേൺഷിപ്പ് പിന്നെ വരുന്നുണ്ട്. അതിന് ഇച്ചിരി കൂടി ലക്ഷറി ആയിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് എന്തെങ്കിലും വരുമ്പോൾ കാണാം. ഇന്നലെ മഴയൊക്കെ പെയ്ത് ആകെ മൊത്തം മോശമായതുകൊണ്ടാണ് നമ്മൾ ആ ചെറിയ പുറത്ത് ആ സെറ്റപ്പിൽ ഇന്നലെ കണ്ട സ്ഥലമില്ലേ അവിടെ ചെയ്തത്. ഇന്ന് മഴയില്ല, ഇന്ന് തെറ്റില്ലാത്ത നല്ല കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇവിടെയാണ്, ഈ കാണുന്ന സ്ഥലത്ത്. നമ്മൾ ഓൾറെഡി പരിപാടി തുടങ്ങി, അതായത് ഞാനിവനും. എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ക്ലാസ്സിൽ അധികം ആമ്പിള്ളേരില്ല. ഈ ടൂറിലാകെ ഈ ട്രിപ്പിലാകെ 4 ആൾക്കാരാണ് വന്നേക്കുന്നത്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ തുടങ്ങി. നമ്മുടെ പള്ളിയിലൊക്കെ നമ്മൾ അൽത്താര സംഘത്തിൽ നിന്നേക്കുന്നവരാണെങ്കിൽ അവർ നമ്മുടെ ഒരു സംഭവമില്ലേ, ആൾട്ടർ ബോയ്സ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെയ്യുന്ന സംഭവം, ആ പേരെന്താ ഞാൻ പറഞ്ഞതാണ് ആ സംഭവം എന്ന് പറയണേ. അപ്പോൾ അതിലെങ്ങനെയാണ് തീയിടുന്നത് ആ പരിപാടി ചെയ്തുകൊണ്ടിരിക്കണത് എനിക്കറിയാൻ പാടില്ല. കുഴപ്പമില്ല, എന്താവും നമുക്ക് കണ്ടറിയാം. ഇന്നലത്തെ 3 ഇരട്ടി വലിപ്പമുള്ളിടത്താണ് നമ്മളിന്ന് ക്യാമ്പ് ഫയർ പിടിക്കണം. എന്താ ഇവിടെ രണ്ടാമത്തെ ദിവസത്തെ ബാർബിക്യൂ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കണത്. അതവിടെ തീ കത്തണുണ്ട്. നമുക്ക് കുറച്ച് ആൾക്കാരോടൊക്കെ ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ഇതുവരെ കാര്യങ്ങളൊക്കെ. എനിക്കിത് മാരയിലൊക്കെ പറയുമായിരിക്കും. ആദ്യം ഇവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. മിസ്റ്റർ ആര്യൻ, how was the trip so far? It was absolutely amazing. That's it? Dude. More expressions. It was so fucking good. Oh, too much. Too much. How was the trip so far? So fun. Okay. Literally. Ina, would you like to say? No, I don't want to. Okay. How was the trip so far? Oh well, amazing. Yeah. Okay. Let's go to the other side through another way. Show me only, nobody else. Because some people has issues facing the camera. Oh, by the way, Aileen, how was the trip so far? So good. So good. Which one did you like, the pig farm or the cow farm? I'm not telling the word slaughter, but which one do you think is good? I don't know. I feel like the pig farm was just so bad. I didn't like it. Not at all. Okay, thank you. അടുത്ത സെറ്റ് ആൾക്കാരുടെ അടുത്ത് നമുക്ക് പോകാം. അവിടെ ഉണ്ട് അടുത്ത ആൾക്കാർ. അതൊരു പ്രത്യേക ആംഗിളാണ് ഞങ്ങൾ പിടിക്കണത്, കാരണം കുറേ ആൾക്കാർക്ക് വരാൻ താല്പര്യമില്ല. അടുത്ത സെറ്റ് ഇവിടെ ഉണ്ട്. സെലിൻ യൂൺ, യു ആർ ദ ഫസ്റ്റ് വൺ ടു ആൻസർ. സെലിൻ യൂൺ, ഹൗ വാസ് ദ ട്രിപ്പ് സോ ഫാർ? I'm so proud of you guys. Oh. Thank you so much. Okay. 감사합니다. Okay, the next person, how is the trip so far? Amazing. Love it. Thank you. Amazing.
Thank you. More expression, please. It was great. Thank you. And how was the trip so far? Sarah, please. Okay. അത്ര ആൾക്കാരൊക്കെ ഉള്ളു. ട്രിപ്പ് അങ്ങനെയൊക്കെ ആയിരുന്നു. ഞങ്ങളന്ന് ഈ രാത്രി കൂടെ തീർക്കട്ടെ. Oh, yes. Words. I need words. Come on, you can. Sorry, it takes time. You can. Come on. Thank you and God bless you all. Okay, perfect. ഇന്നത്തെ ആഘോഷങ്ങളും പരിപാടികളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നോം തിരിച്ചു പോവുകയാണ്. ഇന്നത്തെ വീണാട്ടിക്കലിൽ ഒരു കാര്യം സംഭവിച്ചു. അതായത് കാണിച്ചു തരാം. നോമിൻ്റെ കൈ അങ്ങോട്ട് പൊട്ടി. നല്ല രീതിയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ ഭംഗിയിൽ തോന്നുന്നില്ലെങ്കിലും തെറ്റില്ലാത്ത രീതിയിൽ ഒന്ന് പൊട്ടി. ഓഫ്, നല്ല വേദനയുണ്ട്. ഒന്ന് സഹായിക്കാൻ പോയതാ. കൈ ആകെ മൊത്തം തവിട് കൂടിയായിട്ട് പൊട്ടി. ഇന്നലത്തെ പോലെ തന്നെയാണ്. കൂരിരുട്ടിക്കൂടെയാണ് ഞാൻ പോണത്. എനിക്ക് വലിയ പിടിയൊന്നുമില്ല. ഇടയ്ക്ക് ഞാൻ തിരിച്ചു നോക്കിയേക്കാം. ഓക്കെ, വി ആർ ഗോയിങ് ദിസ് വേ ഗൈസ്. സോ ഒന്ന് സഹായിക്കാൻ പോയി. അന്തസ്സായിട്ട് കൈമ കിട്ടി പണി. കണ്ടോ, അടിപൊളി. അപ്പോൾ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ ചോര പോകുന്നുണ്ട്. സന്തോഷം. ഇവിടെ കൊക്കൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. കാരണം ഐ കാൺ സീ എനിത്തിങ്. അപ്പോൾ ഇന്നത്തെ ദിവസവും നല്ല സന്തോഷകരമായ രീതിയിൽ കഴിഞ്ഞു. കൂടെ ഉള്ളവർ ബാക്കിയുള്ളവർ അവിടെ ഉണ്ട്. ഞാൻ ഒന്നും കൂടി കാണിച്ചു തന്നിട്ട് പോകാം. ഞാൻ വേസ്റ്റ് കളയാൻ പോയതാണ്. ഒരു ലോഡ് വേസ്റ്റ് ഉണ്ട്. എല്ലാവരും കൂടി കൂടിയിട്ടേ ഒരു ലോഡ് വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ആവട്ടെ, ദിവസം തീരാണ്ട് പറ്റില്ലല്ലോ. ഇന്നത്തെ ദിവസം നമ്മൾ അങ്ങനെ തീർക്കുകയാണ്. ബാക്കിയുള്ള അവസാനത്തെ ടീം ആൾക്കാർ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇത്ര ആൾക്കാരും കൂടി. ഇത് ഞങ്ങളുടെ പട്ടിക്കുട്ടം പോണു. അത്രയൊക്കെ ഉള്ളൂ. ഇനി എൻ്റെ പരിപാടി എന്ന് പറയുന്നത് തിരിച്ചു പോവുക, കിടന്നുറങ്ങുക. നാളെ കാലത്ത് 7 മണിക്ക് നമ്മൾ അടുത്ത സ്ലോട്ടർ ഹൗസിൽ പോവും. ഇതൊരു ഇൻറ്റേൺഷിപ്പാണ്. കർത്താവേ, ഈ ഫ്ലാഷ് കണ്ടടിക്കുന്നതൊക്കെ ഒന്നും കാണാൻ പറ്റുള്ളൂ. മരം അതെ, നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് പോകാം. അപ്പോൾ എന്തായാലും ആവട്ടെ, ഇന്നത്തെ ദിവസം തീർക്കാണ്. എല്ലാവർക്കും ശുഭരാത്രി. രണ്ടാമത്തെ ദിവസം സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ബൈ ബൈ.